നമ്മൾ പണ്ട് തൊട്ട് കേട്ടിട്ടുള്ളതും ശീലിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കൂ എന്നുള്ളത്. ശരിക്കും ഇതൊരു മിത്താണ്. 1945 US ബോർഡ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പുറത്തിറക്കിയ ഒരു റെക്കമെൻഡേഷൻ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ഈ റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ട് ദിവസം 2.5 ലിറ്റർ വാട്ടർ, അതായത് ഓൾമോസ്റ്റ് 8 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ 2.5 ലിറ്റർ വാട്ടറിൻ്റെ വലിയൊരു ഭാഗവും നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അതായത് കോഫി, നമ്മൾ കഴിക്കുന്ന കോഫി, പാല്, ടീ അല്ലെങ്കിൽ ജ്യൂസ്, സൂപ്പ്, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് വാട്ടർ മെലൺ, ക്യുക്കുംബർ, ടൊമാറ്റോ, ഓറഞ്ച് ഇതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ഇത് നമ്മൾ 2.5 ലിറ്റർ വെള്ളം മാത്രം കുടിക്കണം എന്നുള്ളത് ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, ഈ 2.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പം നമ്മളത് വെള്ളമായിട്ടല്ല ഫുഡിലെയും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതെങ്ങനെ മനസ്സിലാവും നമ്മുടെ ബോഡിക്ക് ഇത് കിട്ടി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്? അതിന് നമ്മളെ ബോഡി തരുന്ന ഒരു സൈനാണ് ദാഹം. നമുക്ക് എപ്പോഴാണോ ദാഹം തോന്നുന്നത് അപ്പം നമ്മൾ വെള്ളം കുടിക്കുക. ഒരാൾ ഡെയിലി എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഒരു ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് പ്രായം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജനിച്ചു വീണ ഒരു കുട്ടിക്ക് 6 മാസം വരെ പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം മതിയെന്ന്. അതുപോലെ തന്നെ 6 മന്തിന് ശേഷം കുഞ്ഞിന് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് വെള്ളം കൊടുത്തു തുടങ്ങാവുന്നതാണ്. അതൊരു 1/2 ലിറ്ററൊക്കെ വെള്ളം മതിയാവും അവർക്ക്. ഒരു 1 ഇയർ വരെയൊക്കെ ഹാഫ് ലിറ്റർ, അതായത് 500 ml to 800 ml ഒക്കെ വാട്ടർ അവർക്ക് മതിയാവും. അതിന് ശേഷമുള്ള കുട്ടികൾ, അതായത് 1 വയസ്സ് തൊട്ട് ഒരു 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 to 1.5 ലിറ്റർ വരെ വാട്ടർ ഡെയിലി മതിയാവും. അതുപോലെ തന്നെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒരു 1.5 ലിറ്റർ to 2.5 വെള്ളം ഡെയിലി മതിയാവും. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ടിന് മെയിലിനാണെങ്കിൽ 3.5 ലിറ്റേഴ്സും ഫീമെയിലിനാണെങ്കിൽ 2.5 ലിറ്റേഴ്സും വെള്ളം മതിയാവും. അതുപോലെ തന്നെ ഒരു 60 വയസ്സിന് ശേഷമുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു 2 ലിറ്റേഴ്സൊക്കെ വാട്ടർ ഡെയിലി കുടിച്ചാൽ മതിയാവും. രണ്ടാമത്തെ കാര്യമാണ് വെയിറ്റ്. ഒരാളുടെ വെയിറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ 1 കിലോയ്ക്ക് 35 മില്ലി വെള്ളം എന്നാണ് കണക്ക്. അതായത് ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2.1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനം, അതായത് നമ്മുടെ ബോഡീൻ്റെ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് ഒരു എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് നമുക്കറിയാം ഡെയിലി അല്ലാണ്ട് നമ്മൾ കുടിക്കുന്നതിനേക്കാളും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കും. അപ്പം നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം എത്രത്തോളം പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കാവുന്നതാണ്. പിന്നെ നാലാമതായിട്ട് ഉള്ള കാര്യമാണ് കാലാവസ്ഥ. നമുക്കറിയാം വേനൽക്കാലത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും മഴക്കാലത്തിനെ അപേക്ഷിച്ചിട്ട്. ഇതിൽ 5ാമത്തെ കാര്യമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി. നമുക്കറിയാം ഇപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയ്ക്കെല്ലാം കൂടുതലായിട്ട് നമ്മൾ നോർമലി വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കുടിക്കുക, അവർക്ക് കൂടുതൽ ദാഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പനി വന്നിട്ടുള്ള ഒരാൾക്ക്, അതുപോലെ വയറിളക്കമൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ അവർ ഡീഹൈഡ്രേറ്റഡ് ആയി പോകാണ്ടിരിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ യൂറിൻ്റെ കളറ്, നോർമൽ ആയിട്ടുള്ള യൂറിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ബോഡിയിൽ വെള്ളം ആവശ്യത്തിന് കുറവാണ് എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ യൂറിൻ്റെ കളർ കുറച്ചും കൂടി ഒരു ഡാർക്ക് യെല്ലോ ആയിട്ട് മാറും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള കേസിലാണെങ്കിലും കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഒരു കൺജന്റൽ ഹേർട്ട് ഫെയിലിയർ, അതുപോലെ കിഡ്നി ഫെയിലിയർ, പിന്നെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്ന കണ്ടീഷനിലാണെങ്കിൽ വെള്ളം കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ. ഇനി നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമ്മൾ എപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ, ഈ മഴയൊക്കെ കൂടുതലായിട്ടുള്ള ഈ കാലാവസ്ഥയിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പതിമുഖം, അതുപോലെ ഒരുപാട് ദാഹശമനികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് കുറേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് കുറേ ദിവസമായിട്ട് കുടിക്കുന്നതായിട്ട് കാണാറുണ്ട് ചില ആൾക്കാർ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും ജീരകമായാലും പതിമുഖമായാലും ഏതായാലും ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു 8 to 12 മണിക്കൂർ വരെ വെക്കാൻ മാത്രമേ പാടുള്ളൂ.
നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 24 hours വരെയൊക്കെ വെക്കാം. അല്ലാതെ നമ്മൾ ഒരു 8 to 12 hours തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വെള്ളം കുടിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം എവിടെയാണോ സൂക്ഷിക്കുന്നത്, അതിപ്പോൾ ഏതെങ്കിലും ഒരു പാത്രമാവാം, അല്ലെങ്കിൽ ബോട്ടിലാവാം, ജഗ് ആവാം, എന്തോ ആവാം, അത് ഡെയിലി നമ്മൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലരും അത് വിട്ടുപോകുന്നുണ്ട്. ഇത് വെള്ളമല്ല ഇതിൽ ഏതായാലും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇനി പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പലരും അത് വിട്ടു പോകാറുണ്ട്. പക്ഷെ എപ്പോഴും കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് വേണം പുതിയ വെള്ളം അതിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ തന്നെയാണ് നമുക്ക് ഒരുപാട് വാട്ടർ കിട്ടുന്നുള്ളത്. അത് കരുതി നമ്മൾ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒരുപാട് കഴിക്കാൻ പാടില്ല. അത് നമുക്ക് വേറെ കുറേ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ കരിക്കോ അല്ലെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഓരോന്നാളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പം സിവിയറായിട്ട് അസിഡിറ്റി അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കഴിച്ച ഫുഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സിവിയറായിട്ട് അസിഡിറ്റി അല്ലെങ്കിൽ ദഹന പ്രശ്നമുള്ളവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂറിന് ശേഷമോ കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.